ഒന്ന് രണ്ട് ഐറ്റംസ് കാണിക്കൂ. ഇപ്പൊ കാണിക്കാം സാർ. പക്ഷെ ചേച്ചിക്ക് ശരിക്കും ഇപ്പൊ ഈ ഒരു സംഭവത്തിന് ശേഷം ഒരു സിനിമ വന്നിട്ട് ലുക്കും ചെറിയൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. ഇപ്പോ ചേച്ചി പ്രതീഷ് തമ്മിലുള്ള ഗോസിപ്പ്, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ, അതാണ് ഞാൻ പറഞ്ഞത്. മഞ്ഞപ്പിത്തം ഉള്ളവർക്ക് മഞ്ഞായിട്ട് മാത്രമേ തോന്നുള്ളൂ. നാക്കിന് നീളമുള്ളതുകൊണ്ട് ന്യായീകരണങ്ങളൊക്കെ കൊള്ളാം. അവരുടെ മനസ്സിലെ ദുഷിച്ച ചിന്തകളും വൃത്തികെട്ട ചിന്തകളുമാണ് അവർ കമന്റിലൂടെ പുറത്തുവിടുന്നത്. മുഖം രക്ഷിക്കാൻ ഒരു വലിയ സത്യം മറച്ചു വെക്കുക, അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരുടെ ഫാമിലിയാണ് ഞങ്ങളുടെ ഫാമിലി. അത് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഒരു വല്ലായ്മ അത് ഈ മണ്ടന്മാരായ ജനങ്ങൾ അറിയുന്നില്ല. അനാവശ്യം പറഞ്ഞ നിന്റെ പറങ്ങാണ്ടി മോന്തെ അടിച്ച് പൊളിച്ചളെ അറിയാം. രേണുസുതിയെ സംബന്ധിച്ച് ഒരാളുടെയും കുടുംബം അല്ലെങ്കിൽ കുടുംബത്തിൽ കയറി കളിക്കത്തില്ല. അതായത് ഒരാളുടെയും കുടുംബജീവിതം തകർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അങ്ങനത്തെ ഒരാളുമല്ല. എന്തോ എങ്ങനെ എന്റെ പഴമങ്ങാടി ഗണപതി ഇയാള് നുണ പറയുന്ന കേട്ടില്ലേ? എന്തായാലും ഒരുമിച്ച് അഭിനയിച്ചു, ഇത്രത്തോളമായി ജനങ്ങൾ ഏറ്റെടുത്തു. നിങ്ങൾ ഇങ്ങനെ തള്ളല്ലേ. ഞാൻ പറയട്ടെ, മാക്സിമം 95% ഞങ്ങൾക്ക് എല്ലാവർക്കും സപ്പോർട്ടാണ്. അത് നിന്റെ വെറും തെറ്റിദ്ധാരണയാ. ബാക്കിയുള്ള 5% ആണ് ഈ നെഗറ്റീവ് അടിക്കുന്നത്. അതല്ലേ ഇപ്പൊ വർക്ക് എടുക്കുന്ന സമയത്ത് ഈ വർക്ക് എന്ന് പറയുന്നുണ്ട്, പക്ഷെ ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്നത്. സത്യം മാത്രം. നിങ്ങൾ അങ്ങനെ ക്വാളിറ്റി നോക്കാറുണ്ടോ? എന്നോടാണോ? എന്തിനാ ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കണേ? ഏതൊരു മേഖലയിലും ഏത് ജോലിയാട്ടെ എന്തുമാട്ടെ നമ്മൾക്കൊരു ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ഞങ്ങൾ ഇതുവരെ മോശമായിട്ടുള്ള ഒരു കണ്ടന്റ് ആയിട്ടുള്ള ആൽബം ഒന്നും ചെയ്തിട്ടില്ല. എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. അതാണ് ചിന്തിക്കേണ്ടത് അവിടെ. ഞാൻ ചോദിച്ചത് നിങ്ങൾ പറഞ്ഞതും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ. ഞങ്ങളൊക്കെ പാവങ്ങളായുള്ള നമ്മൾക്ക് സാധാരണക്കാരായുള്ള ഒരു കലാകാരിയും കലാകാരനും ഒക്കെയാണ്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ചേച്ചി ഇപ്പോ ചേച്ചി എന്തൊക്കെയോ കാണിച്ചു വൈറലായി. അത് എന്താണ് അതാ ഞാൻ പറഞ്ഞത്. അത് നമുക്ക് ആവശ്യമുള്ള ഒന്നും അല്ല കാണിച്ചേക്കുന്നേ. അത് ശരിയാ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരോട് ഒറ്റ വാക്കിൽ എന്തെങ്കിലും പറ. ഞാൻ എന്റെ ജോലി ചെയ്തു. വൈറലാക്കാനുള്ളവർ വൈറലാക്കി, വൈറലാകാനുള്ളവർ വൈറലായി. ഇത്ര എനിക്ക് പറയാനുള്ളൂ. പാവം ദൈവത്തിന്റെ ഓരോരോ കളികളെ. ഞാൻ വൈറലാകണം, ഞാൻ ഹൈപ്പിൽ കയറണം, ഇങ്ങനെ വന്ന ആളല്ല. ഒരു വെള്ളപ്പാച്ചിൽ ഇങ്ങനെ പെട്ട് ഇങ്ങനെ കേറിപ്പോയ ഒരാളാണ്, അല്ലെങ്കിൽ കേറി നിൽക്കുന്ന ഒരാളാണ്. കണ്ടെങ്കി അത് ആലോചിക്കുമ്പോ എനിക്ക് ഇപ്പോഴും രോമാഞ്ച. തള്ളിക്കോളി, തള്ളി കൊല്ലരുത്.